എങ്ങനെയുണ്ട് എൻ്റെ നൈറ്റി? ഇഷ്ടമായോ? എനിക്ക് ചേരുവോ? കട്ട് ചെയ്ത് ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പം ഇതിൻ്റെ സെൻറ്റർ പോർഷനും ഒരുമിച്ച് വരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഈ യോക്ക് പാർട്ടല്ലേ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് ബ്ലാക്ക് പ്രിന്റ് ഉണ്ട് താനും. ഈ ബ്ലാക്കിൻ്റെ ഒരു പടി നമുക്ക് ഈ കഴുത്തേ കൂടെ വെച്ചാൽ ഭംഗിയായിരിക്കും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാം. അതിൻ്റെ അളവ് 7 വീതിയും ഒരു 9 ഇഞ്ച് നീളവുമുള്ള ഒരു തുണി, അതായത് മടക്കി എടുത്തിട്ടാണ് ഈ അളവ് പറഞ്ഞത്, മടക്കിയത്. അത് നമുക്ക് ഈ നെക്കിലേക്ക് വെച്ച് ആ നെക്കിൻ്റെ അളവിൽ അത് ഒന്ന് ഇതിലേക്ക് ഞാനൊന്ന് പകർത്തിയെടുക്കുക. അപ്പം ഞാൻ നേരത്തെ തന്നെ നെക്കിൻ്റെ ഷോൾഡർ 2.25 ഇത് കണ്ടില്ലേ, അടയാളപ്പെടുത്തി ഒരു കട്ടിട്ട് വെച്ചിരുന്നല്ലോ, അത് നമ്മൾ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇറക്കം നമുക്കറിയാം. ഇത് നമുക്ക് കറക്റ്റ് ഇതിലെടുത്ത് വെച്ചാൽ മതി. നമ്മൾ ഇറക്കം എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൽ 2.25 ഇഞ്ചിൽ നമ്മൾ 2.25 ഇഞ്ച് വിഡ്ത്തിൽ നമുക്കിവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചിട്ട് നമ്മളൊരു ഡയമണ്ട് കൊടുത്തിരുന്നേ, അത് നമുക്ക് ഇവിടുന്ന് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് സൈസിൽ വേണം എന്നൊക്കെ ഉള്ളത്. നമുക്കൊരു 1.5 ഇഞ്ച് മുകളിൽ ഒരു മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ ഇത് കണ്ടോ, ഇതാണ് ഷേപ്പ്, ഇങ്ങനെ വരും. ഇനിയും നമുക്ക് അതേ ഷേപ്പ് ഇതുകൊണ്ട് ഇതുപോലെ കേർവ് സ്കെയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ വരച്ച് ഇങ്ങനെ ഇച്ചിരി വളച്ച് വരയ്ക്കാം. എങ്ങനെ വേണേലും നമുക്ക് വരയ്ക്കാം. ഇതിപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡയമണ്ട് ഷേപ്പായിട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ച് വേണം നമുക്ക് ഇനി ബാക്കി ചെയ്യാനായിട്ട്. ഞാനിതൊന്ന് അടുപ്പിച്ച് വരയ്ക്കട്ടെ. എന്തിനാണെന്ന് ചോദിച്ചാൽ മറുവശത്തും കൂടെ അതൊന്ന് വരാൻ വേണ്ടിയാണേ. മറുവശത്തൂടെ ഈ മാർക്ക് വരാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഇതിൻ്റെ മിഡിൽ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോൾ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു കാര്യമായത് കേട്ടോ. ഈ നടുഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിടാൻ മറക്കല്ല. എന്തെങ്കിലും അടയാളം ചോക്കിനൊന്ന് വരച്ചു കൊടുത്താലും മതി. എന്നിട്ട് നമ്മളിത് നേരെ തിരിച്ച് മടക്കുന്നു. അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് ഈ കട്ടിട്ട് കൊടുക്കുന്ന ഉപകാരമാകും. അതിനാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. എന്നിട്ട് നമ്മളിതിനെ പകുതി മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്നാ കിട്ടും? അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഇവിടെ വന്നില്ലേ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് എളുപ്പത്തിൽ തയ്ക്കാം. പുറത്ത് വെച്ചാണ് തയ്ക്കുന്നതെങ്കിൽ, ഇനി ഇതേല വെച്ച് തയ്ക്കുന്നെങ്കിൽ അതേലായിരിക്കണം ഡിസൈൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനിയും തയ്ക്കാൻ തുടങ്ങാം. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ വരച്ച് എടുത്തേക്കാം. ഇത് ഫ്രണ്ട് നെക്ക്, ഇത് ബാക്ക് നെക്കല്ലേ. ബാക്ക് നെക്ക് ഇത് ഞാനിപ്പം വെട്ടുന്നില്ലേ. നമ്മളുടെ തയ്യൽ ആരംഭിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്തേക്കെന്ന് നിങ്ങൾ നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ തുറന്ന് കാണിക്കാം. ഇത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും. ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഈ കഴുത്ത് തയ്ച്ചതിന് ശേഷം ചെറിയ തോതിൽ ഇവിടെ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു അടിപ്പങ്ങ് അടിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തില്ല. സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സൗകര്യത്തിന് അങ്ങനെ വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. ഞാൻ ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ബാക്ക് കഴുത്ത് വെട്ടിയായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഫ്രണ്ട് കഴുത്ത് ഞാൻ വെട്ടിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫ്രണ്ട് പീസിൻ്റെ മോശം വശം നമുക്ക് നല്ല മിഡിൽ പാർട്ടൊക്കെ നല്ലപോലെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ 2 വശത്തും നമ്മളിത് ഇതുപോലൊരു നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ ബ്ലാക്ക് പീസ് എടുത്ത് ഞാൻ നേരെ വെക്കാൻ പോവാം. വെക്കുമ്പോൾ നോക്കണം, ഈ കഴുത്ത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വന്നു. ഇത് കണ്ടോ, ഇത് കറക്റ്റ് അല്ലേ വന്നേക്കുന്നത്? ഈ ലൈന്, ഇവിടെ ലൈന്. നമുക്കിതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പപ്പണി നമുക്ക് ഇതിനേക്കാൾ ഉപരി ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. സൈഡ് അടിച്ചെടുത്തിട്ട് നമുക്ക് തയ്ക്കാം. ആദ്യം സൈഡിൽ നിന്ന് അടിച്ചെടുക്കട്ടെ. നമുക്ക് എത്ര വേണം എന്ന് ആദ്യം ആലോചിക്കണം. എത്ര വീതി വേണം നമുക്ക് ഇവിടെ എന്തേരെ അളവിൽ വേണം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ പ്ലാനാണ്. ഇത് ഫുള്ള് വേണമെങ്കിൽ ആ യോക്ക് പാർട്ടിൻ്റെ അതേ അളവിലെടുക്കാം. 2 ഇഞ്ച് എടുക്കാം, 3 ഇഞ്ച് എടുക്കാം, എങ്ങനെയുള്ള എടുക്കാം. ഞാനൊരു 3 ഇഞ്ച് എടുക്കുകയാണേ. എനിക്ക് 3 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ തയ്ച്ചെടുക്കാൻ പോകുന്നത്. ഒന്നെടുക്കുമ്പോൾ ഒന്ന് കാണുകയില്ല എൻ്റെ കാര്യം.
എന്നെ ചെയ്യാനാ? നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ? എന്നെപ്പോലെ ആരുമില്ല. ഉണ്ടോ? ഇവിടെ എടുത്ത് വെച്ചിരുന്ന എന്ത് ചെയ്യുന്നു? അതേ കിടക്കുന്നു. അപ്പം 3 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി. കാണാമല്ലോ നിങ്ങൾക്ക്, 3 ഇഞ്ചിൽ. അങ്ങനെ ഇവിടെ നിന്നും 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഇവിടെ നിന്നല്ലേ നമ്മൾ അത് തുടങ്ങുന്നത്. അപ്പം ഇവിടെയും അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് തുടക്കക്കാരെ ഏറ്റവും ആദ്യം നൈറ്റി വെട്ടുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. ചുമ്മാ സാധാരണ ഞാൻ ചുരിദാറിൻ്റെ കഴുത്ത് വെട്ടാൻ പഠിപ്പിച്ചിട്ടില്ലേ, അങ്ങനെ ചെയ്താൽ മതിയേ കേട്ടോ. ഇത്രയും വിഷമിക്കേണ്ട. ഒരിച്ചിരി തയ്ച്ച് ശീലമുള്ളവർക്ക് ഈ ഡിസൈൻ വരും. ഇങ്ങനെ വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. ഇത്രയും കട്ട് ചെയ്തെടുക്കാം. ഇത് കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ആദ്യം ഈ സൈഡൊന്ന് അടിച്ചെടുക്കാം. നമ്മളിങ്ങനെ തയ്ച്ചിട്ട് അകത്തോട്ടല്ലേ മടക്കുന്നേ. അപ്പം ഇവിടെ വേണം നല്ല വശം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ അടിച്ചെടുക്കുന്നു. നോക്കിക്കോണേ. നമുക്ക് വേണ്ട അളവിൽ മടക്കി ഇവിടെ തിരിച്ചും അതുപോലെ. ഈ നെക്കിൻ്റെ മിഡ് പോയിൻ്റ് രണ്ടും ഒരുപോലെ വെച്ചു. ഇതൊരുപോലെ വെച്ചു. ഇത് ഒരുപോലെയല്ലേ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇത് തെന്നിപ്പാതിരിക്കാൻ വേണ്ടി നമുക്ക് 2 പിൻ കുത്തിവെക്കാം. അപ്പോൾ കറക്റ്റ് മിഡ് പോയിൻറ്റിലാണോ ഇത് നിൽക്കുന്നത് നോക്കണം. ഇത് കണ്ടോ, ഇപ്പോൾ അവിടെ മിഡ് പോയിൻ്റ് ആണല്ലോ, ഇവിടെ ഇച്ചിരി ഒരു സ്വല്പം മാറി നിൽക്കുന്നത് കണ്ടോ. നമുക്ക് അതിൻ്റെ നേരെ വെക്കാം. നേരെ വെച്ചിട്ട് ഏറ്റവും നല്ല പണി എന്ന് പറയുന്നത് ഇതുപോലെ ഒന്ന് സെൻറ്ററിലൂടെ ഒന്ന് വലിയ കാണിക്ക് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ അതങ്ങ് അഴിച്ച് കളഞ്ഞാൽ മതി. നമുക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് വലിയ കാണിക്കാകുമ്പം നമുക്ക് കളയാൻ എളുപ്പമുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? എന്നിട്ട് വേണമെങ്കിൽ ഇവിടെയൊക്കെ 2 പിന്നൊക്കെ കുത്തി വെക്കാം. കോട്ടൺ ആയിട്ട് പോവില്ല. ഇവിടെ മുതൽ നമ്മൾ തയ്ക്കുകയാണേ. ആ ഇതിൽ കൂടെ തന്നെ ധൃതി വേണ്ട. ഇവിടെ കൊണ്ട് കുത്തിയിട്ട് നമ്മൾ ഈ ഷേപ്പിൽ തന്നെ അത് കൂടിപ്പോയി, ഒരു കാണി കൂടിപ്പോയി. ഓക്കെ. എന്നിട്ട് നമ്മൾ തിരിച്ച് പിന്നെ ഇവിടെ കുത്തി. എന്നിട്ട് വീണ്ടും നമ്മുടെ കഴുത്ത് നേരെ ഇട്ട് നമ്മളെ കറക്റ്റ് പൊസിഷനിലാണോ നോക്കിയിട്ട് നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും ഭാഗം ഒരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. കണ്ടല്ലോ, കട്ട് ചെയ്ത് നമ്മളിതെടുത്ത് മാറ്റി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം ചെറിയ കട്ടിട്ട് കൊടുക്കണം.
ആ ഒരു കാരണവശാലും ഇത് ചെന്ന് നമ്മുടെ തയ്ച്ച സ്റ്റിച്ചിൽ ചെന്ന് മുട്ടരുത്. അത് പ്രത്യേകം ഓർത്തോണേ. ഇവിടെ പ്രധാനമായിട്ടും ഈ 1, 2 ഇവിടെ എല്ലാം കട്ടിടുന്ന കാര്യം മറക്കരുത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇതിനെ അകത്തോട്ട് മറിക്കുക. കണ്ടോ? അപ്പം നമുക്ക് അകത്തോട്ട് മറിക്കണമെങ്കിൽ ഈ മുമ്പ് തയ്ച്ച് വെച്ചേക്കുന്ന തയ്യൽ അഴിച്ചു വിടണ്ടേ? വലിയ കാണിയായത് ഒറ്റ ഒരുക്കിക്ക് പോകും. നമുക്കിനിയും ഇതിലെല്ലാം ഇങ്ങനെ അകത്തോട്ടിടാം. വരത്തക്ക രീതിയിൽ വെച്ചിട്ട് തയ്ക്കണം. അതുപോലെ വീണ്ടും ആ കറക്റ്റായിട്ടുള്ളിടത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തണം. ചെറിയ ചുളുക്കമുണ്ട്. ആ ചുളുക്കം എന്നാണെന്നറിയാവോ? ഈ പോയിൻ്റ് കറക്റ്റ് അല്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മൾ ഇവിടെ എടുത്തിട്ട് ഇത് കണ്ടോ, ഇത് ഷാർപ്പായിട്ടല്ല വന്നേക്കുന്നത്. അപ്പം നമുക്കവിടെ ഒരു നല്ല കട്ട് കൊടുക്കാം. കറക്റ്റ് പോയിന്റ് വന്നാ ഫോം ചെയ്ത കണ്ടോ? നിങ്ങളെ ആദ്യം തയ്ക്കുന്നവർ ദയവ് ചെയ്ത് ഇത് ഇത്രയും മെനക്കെടണ്ട കേട്ടോ. ഇതുകൂടെ കാണിക്കാം. നൈറ്റ് കഴുത്ത് നല്ല കുട്ടപ്പനായില്ലേ അല്ലേ? ഇനി നമുക്കൊരു പണിയുള്ളത് ബാക്ക് കഴുത്ത് തയ്ക്കുക എന്നുള്ളതാണ്. ബാക്ക് കഴുത്തൂടെ ഞാനൊന്ന് തയ്ക്കട്ടെ. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഇത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അപ്പം ഇതിൻ്റെ സെൻറ്റർ പോർഷനും ഒരുമിച്ച് വരുന്നു. അത് കഴിഞ്ഞ് ബാക്കി ഈ യോക്ക് പാർട്ടല്ലേ, അപ്പം ഇവിടെ മുതൽ ഇങ്ങനെ ഞാൻ ഇവിടെ കാണിക്കാം, ഇത് കാണിച്ചു തരാം. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇവിടെ നോക്കുക, ഇത് സെൻറ്റർ പോർഷൻ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ഇത് കണ്ടോ, നമ്മളെ കൈക്കുഴി ഇതല്ലേ, ഇങ്ങനല്ലേ കൈക്കുഴി വരുന്നത്, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇതാ കണ്ടോ.
നല്ല വൃത്തിയായിട്ട് കൈക്കുഴി നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഈ സെൻറ്റർ പോർഷനിൽ നമുക്ക് എന്ത് വേണ്ട, നമുക്ക് ഞുറുച്ചിൽ വേണ്ട. ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് വിട്ട് നമുക്ക് 2 വശത്തേക്കും ഞുറിച്ചിൽ വേണ്ട. ഈ 1.5 ഇഞ്ച്, അപ്പോൾ 1.5 മൊത്തം 3 ഇഞ്ച് ഗ്യാപ്പിൽ ഞുറിവ് വേണ്ട. ബാക്കി സ്ഥലം 1.5 2 ഇടാം കേട്ടോ, 2 ഇഞ്ച് ഇടാം. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഇഞ്ച് മാറ്റി നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഞുറിവ് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് നോക്കിക്കണേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് രണ്ടും ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 ഇഞ്ച് വീതം നമുക്ക് ഗ്യാപ്പ് ഇടാം. കറക്റ്റ് 2 ഇഞ്ചിൽ നമ്മൾ അടയാളം ഉൾപ്പെടുത്തുന്നു. ഇവിടെയും ആ 2 ഇഞ്ചിൽ അടയാളം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 2 ഇഞ്ചിൽ ഇവിടെയും കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഞുറിവിടും. നമുക്കത് വേണമെങ്കിൽ പുതിയ ആൾക്കാർക്ക്, ഫ്രഷ് ആയിട്ടുള്ളവർക്ക് ഞുറിവിട്ട് വെക്കാം ആദ്യമേ തന്നെ. തയ്ച്ച് ശീലമുള്ളവർക്ക് ആ സമയത്ത്, തയ്ക്കുന്ന സമയത്ത് വേണ്ടത്ര ഞുറിവിട്ട് കൊടുത്താൽ മതി. കണ്ടോ, 4 ഞുറിവ് കഷ്ടിച്ചേ വരുന്നുള്ളൂ. നോക്കിയാൽ നിങ്ങൾ, ഇവിടെ ഇച്ചിരി വലിപ്പമുള്ള ഞുറിവാണെങ്കിൽ 3 എണ്ണേ വരത്തുള്ളൂ. വണ്ണമുള്ളവർക്ക്, വണ്ണം കുറഞ്ഞവർക്കാണെങ്കിൽ 4, 5, 6 ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 1, 2 അടുപ്പിച്ചേർന്നിടണേ. 3 എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെയായിരിക്കും നമ്മുടെ നൈറ്റിയുടെ ലാസ്റ്റ് കണ്ടീഷൻ. ഇപ്പോൾ സംഗതി എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഈ എൻഡ് മറന്നു പോകരുത്. ഈ എൻഡ് ഇവിടെയും കറക്റ്റ് ആക്കിക്കൊണ്ട്, ഈ നടുവും കറക്റ്റ് ആക്കിക്കൊണ്ട് വേണമെങ്കിൽ പിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗം 100 വിട്ട് തയ്ച്ചു പോകാം. അല്ലെങ്കിൽ കുറച്ചെങ്കിലും അറിയാം. ഇതുപോലെ 2 വശത്തായിട്ട് ഒരിടത്തിവിടെയും ഇങ്ങനെ കൂടിയിരുന്നാൽ അഴുക്കല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച്, അത് കഴിഞ്ഞ് നടുക്ക് കുറച്ചില്ലാതെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടാം. പക്ഷെ അതിനേക്കാൾ നല്ലത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടുക്ക് ഭാഗത്ത് മാത്രം നമുക്ക് വരത്തക്ക രീതിയിൽ നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ നടുക്ക് മാത്രം ഞുറിച്ചിൽ വന്നിട്ട് ഇവിടെ രണ്ടും നമുക്ക് ഇല്ലാതെ ചെയ്യാം. അങ്ങനെ വേണം ബാക്ക് പാർട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ കയ്യിൽ 2 ബ്ലാക്ക് തുണിയുടെ ഓരോ പടി പോലെ, പൈപ്പിങ്ങിനൊക്കെ സ്വല്പം കൂടെ വലുതായിട്ട് പിടിപ്പിക്കാൻ വേണ്ടിയാണ് 2 പീസ്. നമുക്ക് 1 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ട് നമ്മൾ കൈയുടെ അടിയിൽ, തേരായിരുന്നു കൈയുടെ അടി ഭാഗം, ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, ആ തേര് ഉൾപ്പെടെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം ഒത്തിരി ഇറക്കം നമുക്കില്ലല്ലോ. നിങ്ങളോട് ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യരുത്. ഷോൾഡർ കൂട്ടിച്ചേർത്ത് വെച്ച് വെട്ടുകയും തയ്ക്കുകയും ചെയ്യണ്ട. അത് നിങ്ങൾ ആദ്യമേ തന്നെ ഷോൾഡർ അങ്ങ് വേർപെടുത്തിക്കണം കേട്ടോ. കാരണം അത് തുടക്കക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും. എനിക്കത് പല പ്രാവശ്യം മനസ്സിലായി. തുടക്കക്കാർക്കേ ഉള്ളൂ, അല്ലാത്തവർക്ക് അത് കൂട്ടിയടിച്ചങ്ങ് പോയാൽ മതി. 2 വശം തയ്ച്ചെടുത്ത് കൂട്ടിയടിച്ച് പോയാൽ മതി. ഇനി ഇത് നമ്മൾ പൈപ്പിങ് പിടിപ്പിക്കാൻ വേണ്ടി അകത്തോടെ എടുക്കത്തില്ലേ, അതുപോലെ കണ്ടോ, അരികം അടിക്കുന്നില്ല. കാരണം ഈ കറുത്തതുകൊണ്ട് അരികും തേര, അതുകൊണ്ട് അടിക്കുന്നില്ലേ. പൈപ്പിങ്ങിൻ്റെ വലിപ്പമല്ല, ഒരു 4 ഇഞ്ച് വീതി വരത്തക്ക രീതിയിൽ ആ തുമ്പ് അകത്തോട്ട് വെച്ചുകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി കട്ടി കിട്ടുകയും ചെയ്യും, നല്ലതായിട്ടിരിക്കുകയും ചെയ്യും. കാരണം ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് കറുപ്പുണ്ടല്ലോ, ഡിസൈനല്ലേ, കളറല്ലേ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കയ്യിലൂടെ ഒരു സ്വല്പം ഉണ്ടെങ്കിൽ കാണാൻ ഭംഗിയായിരിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല കേട്ടോ. തുടക്കക്കാരെ സത്യത്തിൽ ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒരു വട്ട് കയറി ഞാനിങ്ങനെ അങ്ങ് ചെയ്തു പോയി, അങ്ങ് തോന്നിപ്പോയി. അതുകൊണ്ടാണ്. ശരിക്കും തുടക്കത്തിലുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ കൈയുടെ അരികെ മടക്കി അടിച്ച് ചെയ്താൽ മതിയേ. നമുക്കിനി ഈ പൈപ്പിങ് കഴിഞ്ഞ് ഇപ്പുറത്തൂടെ ഒരു അടിപ്പൂടെ കൊടുക്കാം. ഈ കറുന്നൂലുകൊണ്ട് തന്നെ കൊടുത്തേക്കാം. ഒരു പ്രഷർ ഫുഡിൻ്റെ അകലം കേട്ടോ. 2 കാണി അല്ലെങ്കിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ അകലത്തിലാണ് രണ്ടാമത്തെ അടുപ്പടിക്കുന്നത്. അപ്പോൾ ആ താഴത്തെ തുണിയുടെ ബലത്തിന് നിൽക്കുകയും ചെയ്യും, കൈയുടെ അരി കാണാൻ ഭംഗിയാകുകയും ചെയ്യും. നല്ലതായിട്ടല്ലേ ഇരിക്കുന്നത്. നമുക്ക് രണ്ടാമത്തെ പീസിലൂടെ പിടിപ്പിച്ചെടുക്കുവാണേ. ലാസ്റ്റ് അടിപ്പാണ് അടിച്ചെടുക്കുന്നത്. ഇനിയുള്ള ഭാഗം ഇങ്ങനെ ഒരുപാട് കാണാനില്ല. നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ആ കഴുത്തെ പിടിപ്പിക്കുന്ന അവിടെയൊക്കെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് അറിയേണ്ടത്. അതുകൊണ്ടത് ശരിക്കും കാണിച്ചത്. അപ്പം ഞാൻ സ്വല്പം കൈ എടുത്ത് കളഞ്ഞായിരുന്നല്ലോ, അവിടെ നമ്മളൊന്ന് അറിയാൻ വേണ്ടി ഓരോ അടയാളം ഇടുക. 2 കൈയുടെയും ഫ്രണ്ട് കൈക്കുഴി എടുത്ത് കളഞ്ഞത് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയൊരു നോച്ചിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് എളുപ്പം തയ്ക്കുമ്പം മാറിപ്പോകത്തില്ല. ഇനി നമുക്ക്
ഞാൻ മുമ്പേ നിങ്ങളെ കാണിച്ചല്ലോ, ഫ്രണ്ട് യോക്കും സ്കേർട്ട് പാർട്ടും കൂടെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നതെന്ന്. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കണം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതെങ്ങനെ തയ്ക്കും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇതല്ലല്ലോ, ഇതിൻ്റെ സൈഡ് കൈക്കുഴിയാണെന്ന് പറഞ്ഞല്ലോ. സൈഡ് കൈക്കുഴിയാണ്. അവിടുന്ന് പിന്നെ ഒരു 3-3.5 ഇഞ്ച് നമ്മൾ ഫ്രീ ആയിട്ട് ഞുറിച്ചിലില്ലാതെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അടയാളപ്പെടുത്തി ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ചെയ്യാം. അപ്പം നല്ല യോക്ക് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച് നമ്മൾ ആദ്യം തയ്ക്കുക. എവിടെ വരെ തയ്ക്കണം? നമ്മളൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഞുറിവില്ലാത്ത ഏതാണ്ട് 3-3.5 ഇഞ്ചോളം 2 തുണിയിലും നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട്. അവിടം വരെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് തയ്ച്ച് നിർത്താം. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേ? ഈ 2ൻ്റെയും സെൻട്രൽ പാർട്ട് നോക്കുന്നു. 2ൻ്റെയും സെൻട്രൽ പാർട്ട് നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട്. ആ 2 സെൻറ്ററും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് നമുക്കൊരു പിൻ കുത്തി വെക്കാം. എന്നിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, സെൻറ്ററിൽ നിന്ന് ഞാൻ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ നീക്കിയിട്ടായിരുന്നു ഞുറിവ് വേണ്ട എന്നുള്ളത്. അതേ അടയാളം. അവിടം വരെ നമുക്ക് ഞുറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം, അല്ല ഇപ്പോൾ സൂചി നിൽക്കുന്നിടത്തു നിന്ന് ഞുറി വിട്ടിട്ടിട്ട് ഇങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇങ്ങനൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കണ്ടോ, എനിക്ക് ആകെ 4 ഞുറിച്ചിലേ കിട്ടിയിട്ടുള്ളൂ. ഇച്ചിരി കൊച്ചു പിള്ളേരാണെങ്കിൽ, അതായത് വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 5-6 ഞുറിച്ചിലൊക്കെ കിട്ടും. ഇത് അത്ര അല്ലെങ്കിൽ ചെറിയ ചെറിയ ഞുറിച്ചിലായിട്ട് നമുക്കിടാം. ഇതിപ്പോൾ ഒരുവിധം വലിയ 4 ഞുറിച്ചിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അവരെല്ലാം അടുക്കി വെച്ചിട്ട് നമുക്ക് തയ്ച്ചിങ്ങ് പോരാം. നമുക്ക് സെൻറ്ററിലെ പിൻ ഊരിയിട്ട് ഇപ്പുറത്ത് ഒരു 1.5 ഇഞ്ചോളം ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ വെറുതെ, അവിടം വരെ തയ്ച്ചു വരാം. എന്നിട്ട് മുമ്പത്തെ പോലെ തന്നെ ഞുറി വിടുക. അവിടെ മുതൽ ഇപ്പം ഞാൻ പിൻ കുത്തിയേക്കുന്നിടം വരെ ചെറിയ ഞുറി വിട്ട് നമുക്ക് പോരാ. ഈ തുടക്കക്കാർക്കുണ്ടല്ലോ, ആദ്യമേ തന്നെ വേണമെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഭാഗത്ത് ഞുറി വിട്ട് വെക്കാം. ഈ തുണിയെ തന്നെ ഞുറി വിട്ട് വെച്ചിട്ട് എടുത്ത് വെച്ച് തയ്ച്ചാലും മതി. അതിലും എളുപ്പം ഇതാകട്ടോ. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യുന്ന എളുപ്പം. പിന്നെ ഊരിയിട്ട് നമുക്ക് ബാക്കിയോടെ തയ്ച്ച് പോരാം. നമുക്ക് 2 അടി പഠിക്കണ്ട. അതിന് പകരം നമ്മൾ പതിച്ചടിക്കാൻ പോവുക. തിരിച്ച് വെച്ചിട്ട് ഈ തയ്യൽ തുമ്പ് മുകളിലേക്ക് നിൽക്കത്തക്ക രീതിയിൽ നല്ല പോലെ ഒരു സ്റ്റിച്ചടിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു അടിപ്പുഴ അടിക്കും. ഞാൻ മഞ്ഞനൂലിന് ചെയ്യാമെന്നാണ് വിചാരിച്ചോ. ഇനി മഞ്ഞനൂല് എടുക്കാനൊന്നും എനിക്ക് നേരമില്ല, അതിന് സമയം ഇല്ല. അതുകൊണ്ട് ഞാൻ കറുന്നൂലിന് തന്നെ അതങ്ങ് തയ്ച്ചേക്കുവാണേ. അതൊരു ഫാഷനായിട്ടിരിക്കട്ടില്ലേ. ഞാൻ എപ്പോഴും പറയുമല്ലോ, ടൈലേഴ്സ് എന്തെങ്കിലും ചെയ്താൽ അതൊരു ഫാഷനാണെന്ന്. മറ്റുള്ളവർക്കൂടെ തോന്നണ്ടേ അല്ലേ? നമുക്കൊരടിപ്പുഴ അടിക്കാവേ. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വാങ്ങുന്ന നൈറ്റിയുടെ ഒക്കെ ഇവിടെ ഇങ്ങനെ 2 അടിപ്പ് കാണും. അത് കാണാൻ ഭംഗിയാണ് നമുക്ക്. ഈ കഴുത്തേൽ നമ്മൾ അതും ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള മെനക്കേടേ ഉള്ളൂ. അല്ലെ നൈറ്റ് തയ്ക്കാൻ ഒരു യു കട്ടാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെയുള്ളൊരു തുണി വെച്ച് തിരിച്ചടിച്ച് കാര്യം ചെയ്യും. ഇതിപ്പോൾ ഞാൻ ആ ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ വെച്ചത് നിങ്ങളെ സാവകാശം കാണിച്ചുകൊണ്ടാണ് ഇത് ഒത്തിരി ഉണ്ടെന്ന് തോന്നിയത് കേട്ടോ. അല്ലെങ്കിൽ ഇതിന് വലിയ പണിയൊന്നുമില്ല. ബാക്ക് പാർട്ടും നമുക്ക് അതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാം. ബാക്ക് പാർട്ടിന് ഞാൻ പറഞ്ഞല്ലോ 2 സൈഡിലല്ല ഇടുന്നത്. അപ്പം നല്ല വശത്തേക്ക് ഇതിൻ്റെ നല്ല വശം നമ്മൾ ചേർത്ത് വെക്കുന്നു. നമ്മൾ അടയാളം കൊടുത്തിട്ടുണ്ട് എവിടം വരെയാണ് ഞുറിവില്ലാതെ, പ്ലീറ്റ് ഇല്ലാതെ എവിടം വരെ വേണം എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാം. കണ്ടല്ലോ, നമ്മുടെ കൈക്കുഴി പോലുള്ള ഭാഗം മുന്നോട്ട് തള്ളിയിട്ടിട്ടേ ചെയ്യാവൂ കേട്ടോ, അല്ലാതെ അടിച്ചു പോയേക്കല്ലേ. ഒരുപോലെ നമ്മൾ അടിച്ചു വരുന്നു. ഇനി മുതൽ നമുക്ക് പ്ലീറ്റ് ഇടണം. അപ്പം പ്ലീറ്റ് ഇടുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഈ എൻഡും നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ എൻഡും എവിടം വരെയാണോ പ്ലീറ്റ് വേണ്ടാത്തത് അവിടം വരെ നമുക്കൊരു പിന്ന് മുട്ട് സൂചി കുത്തി വെക്കാം. കാണുകയൊന്നും ഓക്കെ കുത്തി വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്
ചെറിയ തോതിൽ നടുക്ക് ഞൊറി വിട്ട് കൊടുക്കാം. ഞാൻ എന്താ നോക്കുന്നത് ചോദിച്ചാൽ രണ്ടിടത്തെയും ആ നമ്മൾ ഞൊറിവില്ലാതെ ഇടുന്ന അകലെ ഒരുപോലെ ആയിരിക്കണം. കാര്യം ഇതൊക്കെ ചെറിയ കാര്യമാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയില്ല. പ്രത്യേകിച്ചും ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ പറയുകയും വേണ്ട. ഇത് ആർക്കും കൊടുക്കാനൊന്നുമല്ല, ഞാൻ തന്നെ തയ്ച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരെണ്ണം തയ്ച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ ഓപ്പണിങ് ഇട്ടുള്ളത് കാണിക്കാം. പിന്നെ ഓരോരോ ഫാഷനുകളിൽ മാറ്റം വരുത്തുന്ന, എന്നാൽ നിങ്ങൾക്ക് തയ്ക്കാൻ എളുപ്പമുള്ളത്, വലിയ കട്ടിയുള്ളതൊന്നുമല്ല, നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പമുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല നല്ല ഫാഷനിലൊക്കെ തയ്ക്കണം. എന്നിട്ട് നമ്മളിങ്ങനെ ഞൊറി വിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മനസ്സിലൊരു ഐഡിയ വേണം, ഇന്ന ഭാഗം വരെയുള്ള തുണി ഇത്രയുണ്ട്, എത്ര ഞൊറിച്ചിലിടാം, എത്ര വലിപ്പത്തിലുള്ള ഞൊറിച്ചിലാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അങ്ങനെയാണ് നമ്മൾ ഞൊറി വിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ വേണം നമുക്ക് ചെയ്തു വെക്കാം നേരത്തെ കേട്ടോ. ഞൊറി വിട്ട് വെച്ചിട്ട് എടുത്ത് വെച്ചങ്ങ് തയ്ച്ചാലും മതി. ഉണ്ടോ, ബാക്കിൽ ഇപ്പോൾ ഇച്ചിരി കൂടുതലിടാനുണ്ട്. നമുക്ക് അടിച്ച് തീർക്കാം. ഇതും മുമ്പത്തെ പോലെ തന്നെ നമ്മൾ രണ്ടടി പഠിക്കുവേ, പതിച്ചു പഠിക്കും, അല്ലാതെ അടിക്കും. കറുത്ത നൂലിന് രണ്ടടി പഠിക്കും. അത് കാണാൻ രസമാണ്, കാണാൻ നല്ലതുമാണ്, അഴിഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും. ഡബിൾ എക്സലാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ. ഡബിൾ എക്സലിൻ്റെ അളവ് ഓർത്തോണം. 38, 40, 42കാർക്കെല്ലാം ഈ അളവ് മതി. ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ വ്യത്യാസം വരുത്താം. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നൈറ്റിയുടെ 90% വർക്കും തീർന്നു. നല്ലതായില്ലേ? ഇനി നമുക്ക് എന്നതാ ഉള്ളത്, 2 കൈ പിടിപ്പിക്കണം. കൈ പിടിപ്പിക്കാനായിട്ട് നോക്കിക്കേ, ഷോൾഡറൊക്കെ നല്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്. ഒന്നും വെട്ടാനോ കുത്താനോ ഒന്നുമില്ല. ഇതിന് സാരി ബ്ലൗസോ ചുരിദാറോ പോലെ ഷേപ്പ് വരുത്താനൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം ഇതാണോ വരുന്നത് നോക്കണം കേട്ടോ. ഇതല്ലേ കട്ട് കിടക്കുന്നേ. അപ്പം നൈറ്റിയുടെ ഫ്രണ്ടും ഇത് തന്നെ. അപ്പം അങ്ങനെ വെച്ച് നമുക്കങ്ങ് തയ്ച്ച് പോകാം. ഇനി പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. സാധാരണ ഞാൻ പറയുന്ന പോലെ നോക്കി ചുളിവില്ലാതെ പിടിപ്പിച്ച് പോരണം. എളുപ്പമാണെന്ന് പറഞ്ഞാലും വളരെ ശ്രദ്ധിക്കണേ. അടിയിലത്തെ തുണി ചുളുങ്ങാതെ കണ്ടോ, എത്ര കറക്റ്റായിരുന്നു നോക്കിയേ. സ്ലീവും ബോഡി പാർട്ടും ഒരുപോലെ വന്ന കണ്ടോ. അപ്പോൾ ഒരു വശം തയ്ച്ച് കൊണ്ട് അവസാനിപ്പിച്ചിട്ട് അവിടുന്ന് തിരിച്ച് പിടിപ്പിക്കണം. തിരിച്ചു പിടിച്ച് ഇങ്ങ് തയ്ച്ച് പോരണം. അപ്പോൾ അവിടെ 2 അടിപ്പാകും. എന്നിട്ട് ഇങ്ങോട്ട് തയ്ച്ച് വരും കണ്ടോ. കുറേശ്ശെ എടുത്ത് പിടിച്ച് തയ്ക്കണേ. അങ്ങനെ നമുക്കതും ഫിനിഷ് ചെയ്യാം. കണ്ടോ, കറക്റ്റായിട്ട് വന്നു. ഒന്നുകൂടെ തിരിച്ച് പകുതി വരെ തയ്ച്ചാലല്ലേ ഇവിടെ 2 പ്രാവശ്യം ആകത്തുള്ളൂ. അങ്ങനെ തയ്ക്കാം. ഇങ്ങനെ തയ്ക്കുമ്പോൾ അടിയിലത്തെ തുണി എപ്പോഴും കൈകൊണ്ട് നീക്കി വിടണേ, അല്ലെങ്കിൽ അവിടെ ഒരു ചുളിവ് വരും. അങ്ങനെ രണ്ടാമത്തെ വശവും ഞാൻ രണ്ടാമത്തെ കൈയും അടിച്ചു പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ആ ക്രീം കളറിൻ്റേതല്ലേ പീസ് കൊടുത്തത്, അതൊന്ന് ശരിക്കും മടക്കി അടിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് ഹെം ചെയ്യും. കൈ കൊണ്ട് തയ്ച്ചെടുക്കും. എനിക്കതാ ഇഷ്ടം. അങ്ങനെ രണ്ടാമത്തെ സ്ലീവും തീർന്നു. ഇനി എന്ത് ചെയ്യണം, കൈയുടെ വണ്ണം നോക്കണം. കൈയുടെ വണ്ണം നൈറ്റിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഏകദേശം ഒരു 6, 6.5, 7 വരെ നമ്മൾ ഒരു നോക്കിയെടുക്കുക. ഉണ്ടോ, ഇത്ര എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് തയ്ച്ചങ്ങ് പോവുക. ഒത്തിരി കയറ്റി തയ്ക്കല്ലേ, ചുരിദാർ പോലൊന്നും കയറ്റി തയ്ക്കരുത്. മാക്സിമം ഇപ്പുറത്ത് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി. ഇട്ട് അങ്ങനെ ഫുൾ നമ്മൾ മേളിൽ നിന്ന് താഴെ വരെ അടിച്ച് നമ്മുടെ നൈറ്റി അങ്ങനെ തീരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് തരണം, ലൈക്കും കമൻറ്റും ഒക്കെ തരണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. എങ്ങനെയുണ്ട് എൻ്റെ നൈറ്റി? ഇഷ്ടമായോ?
എനിക്ക് ചേരുവോ? ഇനിയും ഞാൻ വ്യത്യസ്തങ്ങളായ ഫാഷനുകളും പല സൈസിലുള്ള ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊക്കെയുള്ള നൈറ്റികളുമായിട്ട് വരാം. കുഴപ്പമില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.